വാടിപ്പോയി തുളസിയെന്നോതുമ്പോൾ കുടുംബിനി കൂടുതൽ കരിഞ്ഞതു നിൻമുഖത്തളിരല്ലോ. വാടക വീടും പൂട്ടി 10 നാൾ മറുനാടൻ വാസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ. പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. എൻ കരബലം കൊണ്ടു പൂട്ടു ഞാനുടച്ചപ്പോൾ. പി. ഭാസ്കരന്റെ തോട്ടക്കാരി എന്ന കവിത ദാമ്പത്യബന്ധത്തിന്റെ ഊഷ്മളതയെയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയും വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നു. 10 ദിവസത്തെ ദൂരദേശവാസത്തിനു ശേഷം വീട്ടുമുറ്റത്തെത്തിയ അവരെ വിഷമിപ്പിക്കുന്നത് വേറിട്ട കാര്യങ്ങളാണ്. താൻ നട്ടുനനച്ചു വളർത്തിയ ചെടികളെല്ലാം വാടിയെന്ന് കാണുമ്പോൾ കുടുംബിനിയുടെ മുഖമാകുന്ന തളിരും കരിയുന്നു. കുടുംബനാഥൻ വീടിന്റെ താക്കോൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് വിഷമിക്കുമ്പോൾ കുടുംബനാഥയുടെ സങ്കടം താൻ സ്നേഹിച്ചു വളർത്തിയ പൂച്ചെടികൾ വെള്ളം ലഭിക്കാതെ വാടിക്കരിഞ്ഞു പോയതിലാണ്. പുരുഷന്റെ യുക്തിയും സ്ത്രീയുടെ ഹൃദയവികാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കവി വരച്ചു കാട്ടുന്നു. തന്റെ കായികശേഷി ഉപയോഗിച്ച് ഭർത്താവ് പൂട്ടുപൊളിക്കുന്നു. നിൻ കവിൾ രണ്ടും വീണ്ടും ആർദ്രമായതു കണ്ടേ. പോഴത്തം പറ്റിപ്പോയി പോവട്ടെ, ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാമെന്നു ഞാനുരയ്ക്കവേ. ചൊല്ലി നീ വീണ്ടും പിച്ചി പൂക്കാതെയുണങ്ങിപ്പോയി. വെള്ളമില്ലാതെ നിശാഗന്ധിത്തൈ നിലം പൊത്തി. താക്കോലു പോയാൽ പോട്ടെ ഇക്കൊല്ലം, പൊന്നിൻ ചിങ്ങപ്പൂക്കാലം വിരുന്നിനു വരണ്ടേ വീട്ടിലും. അപ്പോൾ ഞാൻ ചൊല്ലി, തോട്ടക്കാരി നിൻ വാത്സല്യത്തിൻ അദ്ഭുത വർഷമേഘം മൺകുടമൊക്കത്തേറ്റി ഇനി നിത്യവും 2 നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും. പേടിക്കാനെന്തിരിപ്പൂ. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ ബലമുള്ള മറ്റൊരു താഴ്വാങ്ങാം എന്ന സാമാന്യ യുക്തി കൊണ്ട് ഭർത്താവ് തന്റെ സാഹചര്യത്തെ മറികടക്കുന്നു. സ്നേഹിച്ച് പരിലാളിച്ച് നഷ്ടപ്പെട്ട ഒന്നിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നെന്ന ചിന്ത ഭാര്യയെ ഏറെ ദുഃഖിതയാക്കുന്നു. തുളസിയും പിച്ചയും നിശാഗന്ധിയും എല്ലാം വാടിക്കരിഞ്ഞത് അവൾക്ക് വെറുമൊരു നഷ്ടമല്ല, മറിച്ച് തന്റെ പരിപാലനമേൽക്കാതെ ഒരു ജീവൻ പൊലിഞ്ഞു പോയതുപോലെയുള്ള വേദനയാണ്. പൊന്നിൻ ചിങ്ങം വിരുന്നെത്തുമ്പോൾ പൂക്കളൊരുക്കാൻ തന്റെ തോട്ടത്തിൽ പൂക്കളില്ലല്ലോ എന്ന അവളുടെ ആദി സാംസ്കാരികമായ ഒരു വേദന കൂടിയായി മാറുന്നുണ്ട്. ഭർത്താവ് തന്റെ കായികബലം ഉപയോഗിച്ച് വീടിന്റെ പൂട്ടുടച്ച് അകത്ത് കയറുന്നുണ്ടെങ്കിലും സങ്കടം കൊണ്ട് അടഞ്ഞുപോയ ഭാര്യയുടെ മനസ്സിനെ തുറക്കാൻ ആ കായികബലത്തിന് സാധിക്കുന്നില്ല. ഇവിടെ സ്ത്രീയുടെ വാത്സല്യത്തെ അത്ഭുത വർഷമേഘം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. അവളുടെ സ്നേഹപൂർണമായ പരിപാലനം നിത്യവും ഉണ്ടായാൽ ഉണങ്ങിയ മണ്ണിൽ വീണ്ടും വസന്തം വിരിയുമെന്ന ഭർത്താവിന്റെ വാക്കുകൾ അവൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഖണ്ഡത്തിൽ ചിന്നിക്കാണാൻ ഗന്ധമാദിനീ വർണ്ണം. അന്നേരമെൻ ചിത്തത്തിനടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻതാരകങ്ങൾ.
താക്കോലായി. കവിതയുടെ അവസാന ഭാഗം ദാമ്പത്യത്തിലെ പരസ്പര പൂരകമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഭാര്യയുടെ സങ്കടം മാറി അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിയുമ്പോൾ അത് തന്റെ ഹൃദയത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന പൊൻതാക്കോലായി ഭർത്താവ് തിരിച്ചറിയുന്നു. വീടിന്റെ പൂട്ടുടയ്ക്കാൻ കായികബലം വേണ്ടി വന്നപ്പോൾ മനസ്സിന്റെ പൂട്ടുകൾ തുറക്കാൻ സ്നേഹവും സന്തോഷവും നിറഞ്ഞ പങ്കാളിയുടെ സാമീപ്യമാണ് വേണ്ടതെന്ന് കവി സമർത്ഥിക്കുന്നു. പൂന്തോട്ടത്തെയും കുടുംബത്തെയും ബാധിച്ച വരൾച്ചയും താളപ്പിഴകളും തന്റെ വാത്സല്യമാകുന്ന അത്ഭുത വർഷമേഘത്താൽ ഉർവരമാക്കാൻ സ്ത്രീക്ക് സാധിക്കുന്നിടത്താണ് കവിത അവസാനിക്കുന്നത്.